സാർ, അപ്പോൾ ഏകദേശം ഒരു വോട്ടിങ്ങിന് 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോഴത്തെ ഒരു വോട്ട് നില UDF 75, അതുപോലെ തന്നെ LDF 60 അല്ലെ സാർ? NDA 4-5 എന്നുള്ളത് മാറി മാറി നിൽക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 9 മന്ത്രിമാർ പിന്നിലാണ് എന്നുള്ളൊരു കണക്ക് കൂടി വരുന്നുണ്ട്. 12 മന്ത്രിമാർ തോൽക്കുമെന്ന് നേരത്തെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺടെസ്റ്റ് നടക്കുന്ന പിന്നെ അമ്പലപ്പുഴയിലെ G സുധാകരൻ മുന്നിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഹരിപ്പാട് മുന്നിലാണ്, അത് പ്രവചിച്ചതാണ്. അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുമ്പിലാണ്. അതുപോലെ തന്നെ ബേപ്പൂര് മന്ത്രി മുഹമ്മദ് റിയാസ്, ബേപ്പൂരൊക്കെ നമുക്കറിയാം കൃത്യമായി ഭയങ്കര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്നതാണ്. ഒരു അൻവർ എഫക്ട് അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൻവറിന് തലമുട്ടയടിച്ച് മീശയും പഠിച്ചു കഴിഞ്ഞ് കോഴിക്കോട് കൂടി നടക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വേണ്ടി വരുമോന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ. പിന്നെ വട്ടിയൂർക്കാവ് ഇപ്പോൾ K മുരളീധരൻ മുൻപിലാണ് എന്ന് പറയുന്നത്. കരുനാഗപ്പള്ളി CR മഹേഷ് UDF തന്നെ UDF തന്നെയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, എല്ലാവരുടെയും അംഗീകാരമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇവിടെ ആറന്മുള മണ്ഡലത്തിലെ മന്ത്രി വീണ ജോർജ് വോട്ടിംഗ് തുടങ്ങിയ ആ നിമിഷം മുതൽ പിന്നിൽ തന്നെയാണ്. അവിടെ അതെ, അവിടെ അഭിമർക്കി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഓർത്തഡോക്സ് സഭയാണ്, രണ്ടുപേരും ഓർത്തഡോക്സ് സഭയുടെ ആൾക്കാരാണ്. സഭാപിതാവ് തന്നെ പറഞ്ഞു, സഭാധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഓർത്തഡോക്സ് സ്ഥാനാർത്ഥി ഇപ്പോൾ വീണ ജോർജ് ജയിക്കണമെന്നൊന്നും ഞങ്ങൾക്കില്ല, ഒരു ഓർത്തഡോക്സ് ആൾ അസംബ്ലിയിലേക്ക് പോകണം. അതിപ്പോൾ അതിൽ സാധ്യമാവുന്നുണ്ട്, അത് UDF സ്ഥാനാർത്ഥിയിലൂടെ അത് സാധ്യമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മന്ത്രി വീണ ജോർജ് തന്നെയായിരിക്കണം. ആ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു മന്ത്രി വീണ ജോർജ്. മന്ത്രിമാർ വീണ് പോകുന്ന പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇവർക്ക് സീറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റിന്റെ നേരത്തെയുള്ള കണക്കനുസരിച്ച് 65ആണ്, ഇപ്പം മാറ്റി പറഞ്ഞ് ഇപ്പോൾ 58ലേക്ക് പോവുകയും UDFൻ്റേത് 77ലേക്ക് പോവുകയും ഇതുവരെ 5-ൽ നിന്നിരുന്ന NDAയുടേത് 4ലേക്ക് പോയി. ഇങ്ങനെ അട്ടിമറികൾ സംഭവിച്ചുകൊണ്ടിരിക്കാം. മാറി എണ്ണുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം. എന്തായാലും പക്ഷേ UDFന് തന്നെ അധികാരത്തിൽ വരാൻ പറ്റും. ഒരു തൂക്കുസഭയുടെ ആവശ്യം വരുന്നില്ലെന്നുള്ള അതിൻ്റെ ഇപ്പോൾ എത്ര 5 സീറ്റുകൾ ഒരു പക്ഷേ മാക്സിമം NDA നേടിയേക്കാം. എന്നാൽ പോലും ഒരു തൂക്കുസഭ വരുന്നില്ല. കേവല ഭൂരിപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി UDFന് അധികാരത്തിൽ വരാൻ കഴിയും. അപ്പോൾ അവരെ കോൺഗ്രസ് ഭവൻ്റെ മുമ്പിൽ, ഇന്ദിരാഭവൻ്റെ മുമ്പിലിട്ടിരിക്കുന്ന പന്തൽ വെറുതെ ആയില്ല. അവിടെ പായസം ലഡുവൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കാം എന്നുള്ളതും പടക്കമൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം പൊട്ടിക്കാനുമുള്ള ഒരു അവസരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 9:15 പോയിക്കൊണ്ടിരിക്കുന്നത്. 10:15 ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമാകും. വലിയൊരു മാറ്റം, അട്ടിമറിയൊന്നും ഇതിനിടയ്ക്ക് വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല എങ്കിൽ എന്നേ പറയാൻ പറ്റും. സാർ, അമ്പലപ്പുഴയിലും നമുക്ക് G സുധാകരൻ തുടക്കം മുതൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇത്തവണ എല്ലാവരും ഏറെ ആകാംക്ഷയോട് കൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ മണ്ഡലം. കാരണം നമുക്കറിയാം ഒരുപാട് സംഭവ വികാസങ്ങളാണ് നടന്നിട്ടുള്ളത്. അവിടെ തുടക്കം മുതൽ തന്നെ G സുധാകരൻ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കാസർഗോഡും മഞ്ചേശ്വരും അവിടെ NDA തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതും NDA സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. പാലക്കാട് ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പത്തനാപുരത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് നിമിഷം ഗണേഷ് കുമാർ മുന്നിൽ വന്ന് തോന്നുന്നു. പിന്നീട് ഇപ്പൊ കാണിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഇപ്പൊ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുന്നംകുളം അവിടെ AC മൊയ്തീനാണ്, അവിടെ അദ്ദേഹം തന്നെയാണ് ഇപ്പം ലീഡ് ചെയ്ത് നിൽക്കുന്നത്. K രാജൻ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂർ UDF ആണ് ഇത്തവണ തൃശ്ശൂർ മണ്ഡലത്തിലെ നിൽക്കുന്നുണ്ട്. അവിടെ ആലങ്കോട് ലീലാകൃഷ്ണൻ മുന്നിലാണെന്ന് നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു. ഇപ്പോ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ പത്മജ വേണുഗോപാൽ പിന്നിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ നാട്ടികയാണ് ഗീതാ ഗോപിയാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ? അതെ. പിന്നെ വടകര KK രമ മുന്നിട്ട് നിൽക്കുന്നു. അവർ പറയുകയും ചെയ്തു, ചന്ദ്രശേഖരനോട് ചെയ്ത കുലംകുത്തി എന്ന് പറഞ്ഞിട്ട് വെട്ടിയ വെട്ടിനുള്ള പ്രതികാരമാണിത് എന്നുള്ള അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് കാണിക്കുമ്പോൾ ഒരു UDF 86-ഉം LDF 49-ലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ NDA തുടക്കം മുതൽ തന്നെ ആ ഒരു 4-5 എന്നുള്ളൊരു സീറ്റ് അപ്പോൾ ഒരു കൺഫേം ആണ്. ഒരു തൂക്കുസഭയ്ക്കുള്ള ഒരു സീറ്റ് ഇപ്പോൾ NDA സംബന്ധിച്ച് അവർ കരസ്ഥമാക്കുന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കാൻ പറ്റും നമുക്ക്. തൂക്കുസഭയെ സംബന്ധിച്ചുള്ളത് കരസ്ഥമാക്കാൻ പോരാ, ഇപ്പോഴത്തെ ഈ സീറ്റുകൾ പോരാ. അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യത തന്നെയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ ചിത്രം NDAക്ക് ശുഭോതർക്കമാണ് ഈ സീറ്റുകൾ. കാരണം അവരവിടെ ഇരുന്നാൽ മതി,
അവരവിടെ ഇരുന്ന് പ്രതിപക്ഷമായിട്ടിരുന്നാൽ മതി. ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം സംഭവിക്കാൻ പോകും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. തമ്മിത്തല്ലുമൊക്കെ ഉണ്ടാവും, UDF ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ അവരെങ്ങനെങ്കിലുമൊക്കെ പരിഹരിച്ച് ഒരു കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാവില്ല. ഭാര്യാഭർത്താക്കന്മാരും അല്ലെങ്കിൽ വീട്ടുകാരും അമ്മായിയമ്മ പോരും ഒക്കെ ഉണ്ടായാലും കുടുംബമായിട്ട് തന്നെ നിലനിൽക്കുന്ന പോലെ അതങ്ങ് നിലനിൽക്കും. UDF പരിവാർ അങ്ങനെ നിലനിൽക്കും. നിന്ന് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ ഈ തമ്മിൽ തല്ല് സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ എന്നാൽ പിന്നെ NDAക്ക് ഒന്ന് വോട്ട് ചെയ്താൽ എന്താണെന്നൊരു ചിന്തയിലേക്ക് വരും. കാരണം പിണറായി വിജയന് പിന്നെ നയിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല 5 വർഷം കഴിഞ്ഞാൽ. പിണറായി വിജയൻ പിണമായി എന്നല്ല, പക്ഷേ CPM പിണമായി. അതുപോലെ ശക്തിയുള്ള ഒരു നേതാവ്, ഒരു നേതൃത്വ ഗുണമുള്ള ഒരു നേതാവ് പിന്നെ CPM ഇല്ല, അവശേഷിക്കുന്നില്ല. കാരണം എന്താണ്? എല്ലാവരെയും വെട്ടി നിർത്തി കഴിഞ്ഞു പിണറായി വിജയൻ. ശക്തനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യമില്ല. അപ്പോൾ KK ശൈലജ ടീച്ചർ ഒരു നേതാവായിട്ടും പിണറായിക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ടും വരാൻ കഴിവുള്ള ആളാണ്. അവരെ ഇപ്പോൾ നോക്കൂ, പേരാവൂരിലെ നോക്കൂ, പേരാവൂരി കൊണ്ടു നിർത്തി തോൽപ്പിച്ചു. മട്ടന്നൂരിൽ അവർ ഈസിയായിട്ട് ജയിച്ചു പോയിന്. ആ സാധ്യത തള്ളിക്കളഞ്ഞ് അവരെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടിട്ടു. പിന്നെ മരുമകനിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ ജയിച്ചാലും ബേപ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാലും അവിടെ വലിയ സാധ്യതയൊന്നുമില്ല. അദ്ദേഹത്തിന് ആ ഒരു നേതൃത്വ പാഠവും ഉണ്ടാവുകയില്ല. അദ്ദേഹത്തെ നേതാവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അംഗീകരിക്കുകയില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. എളമരം കരീമിൻ്റെ, പാർട്ടിയുടെ മുൻ മന്ത്രിയും അതുപോലെ CITUവിൻ്റെ പ്രബല നേതാവുമായിട്ടുള്ള എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് അദ്ദേഹത്തിനെ എതിർക്കുന്നുണ്ട്. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു നേതാവെന്ന് പറയുന്നത് ഈ എളമരം കരീം തന്നെ. പക്ഷേ അദ്ദേഹത്തിന് ആ CITU ലോബിയാണ് ഉള്ളത്. പാർട്ടിയുടെ മൊത്തമായിട്ടുള്ളൊരു ശക്തി അദ്ദേഹത്തിനും ഇല്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദുർബലനാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വിഭാഗീയതയാണ്, പാർട്ടിയിലെ ഒരു വിഭാഗീയതയുടെ നേതാവാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. പിന്നെ പറയാവുന്നത് ആരുമില്ല. പറയാവുന്ന ഏതെങ്കിലും ഒരു നേതാവ് എടുത്തു കാണിക്കാനുണ്ടോ CPMനെ നയിക്കാൻ? പിണറായിയെ പോലെ TP രാമകൃഷ്ണന് പറ്റുമോ? MV ഗോവിന്ദന് പറ്റുമോ? പറ്റില്ല. MA ബേബിക്ക് പറ്റുമോ? ഇല്ല. ഒരു നേതൃനിര ഇല്ല അവർക്ക്. ആ നേതൃനിര ഇല്ലാത്തത് കൊണ്ട് മാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കാണിക്കാൻ, പ്രോജക്റ്റ് ചെയ്യാൻ ഈ പിണറായി ഉണ്ടായിരുന്നു ഇതുവരെ. ഇനി അതില്ല. അത് പോയതോടുകൂടി അവരുടെ ശക്തി പോയി. എനിക്ക് തോന്നുന്നില്ല CPMന് ഇനി എന്നെങ്കിലും, ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ ഇനി എന്നെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണ് CPMന്. അപ്പോൾ ഈ പ്രതിപക്ഷത്ത് ഇപ്പോൾ ഇരിക്കുന്ന NDA നല്ലപോലെ അവിടെ പ്രക്ഷോഭിച്ചാൽ, മര്യാദയ്ക്ക് അവർ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത തവണ മുഖ്യ പ്രതിപക്ഷമായിട്ട് വരാനുള്ള സാധ്യത അവർക്ക് തന്നെയുണ്ട്. പിന്നെ പടിപടിയായിട്ട് ബംഗാളിലെ പോലെ ഒറ്റയടിക്ക് 3-ൽ നിന്ന് 77-ലേക്കൊന്നും പോകാനും 77-ൽ നിന്ന് 140-ലേക്ക് പോകാനും അവർക്ക് കഴിയില്ല. കേരളത്തിൽ പടിപടിയായിട്ട് അവരുടെ പെർഫോമൻസ് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അധികാരത്തിൻ്റെ പടിവാതിൽ ഇനി വരുന്ന 10 വർഷങ്ങൾക്കപ്പുറം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുന്നത്. ആ മാറ്റം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഈ 4 സീറ്റുകളിൽ ഇപ്പോഴും അവരുടെ സാന്നിധ്യവും ഭൂരിപക്ഷവും സ്റ്റഡിയായിട്ട് നിൽക്കുന്നത്. അതൊരു വിസ്മയം തന്നെയാണ്.